അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം അതല്ലെങ്കിൽ അതിൻ്റെ തല എന്ന് പറയുന്നത് കിഴക്കാകുന്നു. മദീനയുടെ കിഴക്കാണ് ഉദ്ദേശിക്കുന്നത്. അഹങ്കാരവും അക്ഷമയും ഒക്കെ കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും ഉടമസ്ഥന്മാരിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. നാട്ടുംപുറത്തുകാരായ ആട്ടിടയന്മാർ അവരുടെ ഒട്ടകങ്ങളുടെ കാര്യത്തിൽ തിരക്കിലാണ്, അല്ലെങ്കിൽ അതിൽ വ്യാപൃതരാണ്. അതുകൊണ്ട് അവർ മതത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയൊക്കെ ആട്ടിടയന്മാരെന്ന് പറഞ്ഞാൽ അവർ മതത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. പക്ഷേ മിതത്വം, മാന്യത അല്ലെങ്കിൽ കുലീനത, ഇതൊക്കെ ആടുകളുടെ ഉടമസ്ഥരുടെ സ്വഭാവമാകുന്നു. ആടിനെ മേയ്ക്കാത്ത ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. പ്രവാചകന്മാർക്കൊക്കെ ചെറുപ്പത്തിലുള്ളൊരു ജോലിയായിരുന്നു ആടിനെ മേയ്ക്കുക എന്നുള്ളത്. അത് ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായി വരാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റഅസുൽ കുഫ്രി നഹ്വൽ മശ്രിഖ് വൽ ഫഖ്റു വൽ ഹുല്യാഉ ഫി അഹ്ലിൽ ഖൈലി വൽ ഇബിൽ വ ഫദ്ദാദീന അഹ്ലുൽ വബരി വസ്സകീനതു ഫി അഹ്ലിൽ ഗനമ. ഉഖ്ബ ബിൻ അംർ, അബൂ മസ്ഊദ് ഇവർ രണ്ടുപേരും ചേർന്ന് വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് യമൻ ഭാഗത്തേക്ക് ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, സത്യവിശ്വാസം യമനിലാണ് ജീവിക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യമനികളായിരിക്കും ശരിയായ മാർഗത്തിൽ അപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ആ പറഞ്ഞു വരുന്ന ലോകാവസാന സമയത്ത്, ആ പ്രത്യേക സമയത്ത് യമനിലായിരിക്കും ശരിയായ വിശ്വാസികളായ മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവർ ഇസ്ലാം പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ആരെങ്കിലും മുസ്ലിം അല്ലാത്തവരുണ്ടെങ്കിൽ, യമനികളുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കും. ഉള്ളവരെല്ലാവരും നല്ല വിശ്വാസികളും ആയിരിക്കും. പക്ഷേ ഉറച്ചു നിൽക്കുക, അതായത് വിട്ടുവീഴ്ചയില്ലായിരിക്കുക, കണിശക്കാരായിരിക്കുക, ദയയില്ലാതായിരിക്കുക, ഇതൊക്കെ നാട്ടിൻപുറത്തുകാരായ ആട്ടിടയന്മാരുടെ സ്വഭാവമാകുന്നു. അവർ കാരണം അവരുടെ ഒട്ടകങ്ങളെ പരിപാലിക്കുന്നതിൽ വ്യാപൃതരാണ്, തിരക്കിലാണ്. മതത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി സമയം ചെലവഴിക്കാറില്ല. എന്നിട്ട് കിഴക്കോട്ടേക്ക് അദ്ദേഹം കൈ ചൂണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അവിടെ നിന്നാകുന്നു രണ്ട് വശങ്ങൾ, അതായത് പിശാചിൻ്റെ തലയുടെ രണ്ട് വശങ്ങൾ ഉയർന്ന് വരുന്നത്. അവയുടെ പേര് എന്ന് പറയുന്നത് റബിയായും മുദറും, ഈ രണ്ട് ഗോത്രങ്ങളിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ട് കൈ ചൂണ്ടിയിട്ട് അവിടെയുള്ള ഈ രണ്ട് ഗോത്രങ്ങളിലാണ് പിശാചിൻ്റെ തല ഉയർന്നു വരുന്നത്. അതായത് ഇവരായിരിക്കും ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഉഖ്ബത ഇബ്നു അംറിൻ വ അബി മസ്ഊദിൻ ഖാല ഇശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി നഹ്വൽ യമനി ഫഖാല അൽ ഈമാനു യമാനിൻ ഹാഹുന അലാ ഇന്നൽ ഖസ്വത وغلظ القلوب في فدادين عند أسول أذناب الإبل حيث يطلو قرن الشيطان في ربيعة ومضر. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, പൂവങ്കോഴി കൊക്കുന്നത് അല്ലെങ്കിൽ കൂവുന്നത് കേട്ടാൽ നീ അള്ളാഹുവിനോട് അനുഗ്രഹത്തെ ചോദിക്കുക, അല്ലെങ്കിൽ ബർക്കത്ത് ചോദിക്കുക, നിഅമത്ത് ചോദിക്കുക. കാരണം അതിൻ്റെ കരച്ചിൽ ഉദ്ദേശിക്കുന്നത് അത് ഒരു മലക്കിനെ കണ്ടു എന്നാണ്. ഒരു കഴുത കരയുന്നത് നീ കേട്ടാൽ നീ അള്ളാഹുവിനോട് പിശാചിൽ നിന്നും സഹായം അല്ലെങ്കിൽ രക്ഷ ചോദിച്ചു കൊള്ളുക. കാരണം അതിൻ്റെ കരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പിശാചിനെ കണ്ടു എന്നാകുന്നു. അപ്പോൾ പൂവങ്കോഴി കൂവുന്നത് മലക്കുകളെ കാണുമ്പോഴും കഴുത കരയുന്നത് പിശാചിനെ കാണുമ്പോഴും ആകുന്നു. നമ്മുടെ നാട്ടിൽ കഴുതയില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമല്ല. പക്ഷേ പൂവങ്കോഴികൾ ഉണ്ടാവാറുണ്ട്. അത് കൂവുമ്പോഴൊക്കെ നമ്മൾ ബാറക്കല്ലാന്നോ അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കണേന്നോ എന്നെ സഹായിക്കണേന്നോ ഒക്കെ ദുആ ചെയ്യാവുന്നതാണ്. കാരണം അവിടെ എവിടെയോ മലക്കുകൾ ആ സമയത്ത് ഉണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സമഅതും സിയാഹത് ദീകതി ഫസ്അലുല്ലാഹ് മിൻ ഫളിഹി ഫഇന്നഹ റഅത് മലകൻ വഇദാ സമഅതും നഹീഖൽ ഹിമാരി ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്വാനി ഫഇന്നഹ റഅത് ശൈത്വാനൻ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞതായിട്ട് രാത്രി വീഴുമ്പോൾ, അതായത് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളോട് അടുത്ത് തന്നെ നിർത്തുക അല്ലെങ്കിൽ വയ്ക്കുക. കാരണം ആ സമയത്താകുന്നു പിശാചുകൾ നിരങ്ങാനിറങ്ങുന്നത്. അതായത് അങ്ങ് ഭൂമി നിറച്ച് നിരങ്ങുക അല്ലെങ്കിൽ വ്യാപൃതരാവുക എന്നൊക്കെ പറയുന്നത് പോലെ 1 മണിക്കൂർ ആ രാത്രിയുടെ കഴിഞ്ഞാൽ നിനക്ക് അവരെ വെറുതെ വിടാവുന്നതാണ്. അതായത് കുട്ടികളെ കളിക്കാൻ വിടാമെന്ന്. അല്ലെങ്കിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഓടി നടക്കുകയും ചാടി നടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. അതത്ര നല്ല കാര്യമല്ല എന്നാണ് പറയുന്നത്. വാതിലുകൾ അടയ്ക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് എടുക്കുകയും ചെയ്യുക. അങ്ങനെ അടച്ചിരിക്കുന്ന വാതിൽ തുറക്കാൻ പിശാചിന് കഴിയുകയില്ല. سمع جابر بن عبد الله رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إذا كان جنح الليل أو أمسيتم فكفوا صبيانكم فإن الشياطين تنتشر حينئذ فإذا ذهبت ساعة من الليل فحلوهم واغلقوا الأبواب واذكروا اسم الله فإن الشيطان لا يفتح بابا مغلقا. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു കൂട്ടം ഇസ്രായേലികൾ വഴിതെറ്റിപ്പോയി. ആർക്കും അറിയില്ല അവരെന്താണ് ചെയ്തത് എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ, അവരെ ശപിക്കപ്പെട്ടു. അവർ അങ്ങനെ രൂപമാറ്റം വരപ്പെട്ടു. എലികളായിട്ടോ പെരിച്ചാഴികളായിട്ടോ ഒക്കെ മാറിപ്പോയി. അപ്പോൾ അതായത് ബനു ഇസ്രായേലികളുടെ കാലത്ത് ഒരു കൂട്ടം ബനു ഇസ്രായേലിയരെ കാണാതെയായി, എലിക്കൂട്ടം തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ അള്ളാഹു ശപിച്ച് എലിയോ പെരിച്ചാഴിയോ ആക്കി മാറ്റിയിട്ടുണ്ടാവും എന്നാണ്. എലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ചുണ്ടെലിയാണ്. അതായത് 2 തരത്തിലുള്ള ചെറിയ എലിയും പെരിച്ചാഴി എന്ന് പറയുന്ന വലിയ മുയലിൻ്റെ അത്രയൊക്കെയുള്ള എലിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത്, ഒരു പെണ്ണ് ഒട്ടകത്തിൻ്റെ പാല് ആ ചുണ്ടെലിയുടെയോ അല്ലെങ്കിൽ പെരിച്ചാഴിയുടെയോ മുമ്പിൽ വച്ചാൽ അത് കുടിക്കുകയില്ല. പക്ഷേ ഒരു ആടിൻ്റെ പാല് അതിൻ്റെ മുമ്പിൽ വച്ചാൽ അത് കുടിക്കും. ഇത് ഞാൻ കഅബിനോട് പറഞ്ഞു. അയാളാണ് എന്നോട് ഇത് ചോദിച്ചത്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നീ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. കഅബ് അപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചു ഇതേ ചോദ്യം പല പ്രാവശ്യം. അതായത് നീ നേരിട്ട് കേട്ടത് തന്നെയല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മടുത്തു പറയാം, അതെ ഞാൻ തൗറാത്ത് വായിക്കാറുണ്ടോ? അതായത് ഞാൻ തൗറാത്ത് പഠിച്ചിട്ടൊന്നും വന്നിട്ട് നിന്നോട് കഥകൾ പറയുന്നതല്ല. അത് തൗറാത്തിൽ കാണുമായിരിക്കും. ഇത് ഞാൻ പറയുന്നത് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ട് വന്നിട്ട് ആകുന്നു. അപ്പോൾ അന്ന് ഇസ്രായേലിയാത്ത് എന്ന് പറയുന്നത്, അതായത് ബൈബിൾ കഥകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ എളുപ്പത്തിൽ പറയാം, ഇസ്രായേലികളുടെ ഇടയിലുണ്ടായിരുന്ന നല്ല കഥകളും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല സംഭവങ്ങളും വിശദീകരിക്കാനൊക്കെ വേണ്ടി അവരത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫുഖിദത് ഉമ്മത്തും മിൻ ബനി ഇസ്രായീല ലാ യുദ്റ മാ ഫഅലത് വ ഇന്ന لا أراها إلا الفأرة إذا وضي لها الألبان الإبلي لم تشرب وإذا وضي لها الألبان الشاء شربت. فحدثت كعبا فقال أنت سمعت النبي صلى الله عليه وسلم يقوله؟ قلت نعم. فقال لي مرارا فقلت أفا اقرأ التوراة. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇസ്രായേലിയർക്ക് ഒട്ടകത്തിൻ്റെ പാല് ഹറാമായിരുന്നു, ഒട്ടകത്തിൻ്റെ ഇറച്ചിയും ഹറാമായിരുന്നു. അതായത് അള്ളാഹു അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ശിക്ഷകളും കൊടുത്തിട്ടുണ്ട്. നെയ്യ് കഴിക്കാൻ പാടില്ല അവർക്ക്, നമുക്ക് നെയ്യ് കഴിക്കാം. അപ്പോൾ അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ ഓരോ പ്രാവശ്യം ഓരോ കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ പടച്ചവന് ഓരോ പണി കൊടുക്കുമായിരുന്നു. അങ്ങനെ വന്ന് ഇതിൽ അവർക്ക് ഒട്ടകത്തിൻ്റെ ഇറച്ചിയും പാലും കുടിക്കാൻ പാടില്ല, അത് ഹറാമാണ് അവർക്ക്. പക്ഷെ ആടിൻ്റെ ഇറച്ചിയും പാലും അവർക്ക് അനുവദനീയം ആയിരുന്നു. അല്ലെങ്കിൽ ചുണ്ടലി അല്ലെങ്കിൽ പെരിച്ചാഴി ആയി പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇത് കൊടുത്താൽ അവർക്ക് ആ ബോധം ഉള്ളതുകൊണ്ടായിരിക്കും, ആ മനുഷ്യൻ്റെ ഇതുണ്ടാവുമല്ലോ അവിടെ കിടന്നിങ്ങനെ നരയിക്കാൻ വേണ്ടിയിട്ട് സങ്കടവും നഷ്ടബോധവും ഒക്കെ ആയിട്ട്, അങ്ങനെ ആ രൂപത്തിലായിരിക്കും വിട്ടിരിക്കുന്നത് അള്ളാഹു ആലം. അപ്പോൾ അതിന് എപ്പോഴും ഇത് അറിയാം ഈ കാര്യം, ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാൻ പാടില്ല, പകരം ആടിൻ്റെ പാല് കുടിക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്താൽ ഇത് സംഭവിക്കും എന്ന് റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, ചില ഇസ്രായേലികളെ എലിയോ
അതായത് ചുണ്ടലിയോ പെരിച്ചാഴിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കഥകളുണ്ട്. പന്നികളായിട്ടുണ്ട്, പിന്നെ കുരങ്ങന്മാരായിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോയവർ, അങ്ങനെയൊക്കെ ബനു ഇസ്രായേലിയർക്ക് മുട്ടൻ പണി നിന്ന നിപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് പടച്ചവൻ. നമ്മളതിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ, ആമീൻ. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കപ്പെട്ടു വഹിയിലൂടെ ഇസ്രായേലികളുടെ ഭാവി അല്ലെങ്കിൽ വിധി എന്തായിരുന്നു എന്ന്. അവയെ പന്നികളും കുരങ്ങന്മാരും ഒക്കെ ആക്കി രൂപമാറ്റം വരുത്തിയിരുന്നു. അപ്പോൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള പല്ലികളെ അൽ ഫുവൈസിഖ് ആയിട്ടാണ് കൂട്ടിയിരുന്നത്, അതായത് ഉപദ്രവകാരികളായ മൃഗങ്ങൾ. പക്ഷേ അതിനെ കൊല്ലണം എന്ന് അദ്ദേഹം ഉത്തരവിടുന്നത് ഞാൻ കേട്ടിട്ടില്ല. സഅദ് ബിൻ അബി വഖാസ് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൊല്ലണം എന്ന് ഉത്തരവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ ചിലപ്പോൾ പുറത്തു നിന്നാണ് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആൾ കൂടിയിരിക്കുന്നിടത്തോ സിറ്റിയിലോ ആണ് റസൂൽ ഈ ഉത്തരവ് ഇറക്കിയതെങ്കിൽ ഒരു പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ സഅദ് ബിൻ അബി വഖാസ് പറയുകയാണ് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ പല്ലികളെ കൊല്ലണം. ആയിഷ റളിയല്ലാഹു അൻഹാ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിൽ വസായി അൽ ഫുവൈസിഖു വലം അസ്മഉഹു അം ബിഖത്ലിഹി വസാമ സഅദ് ബിൻ അബി വഖാസിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിഖത്ലിഹി. ഉമ്മു ശരീക്ക് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള പല്ലികളെ കൊല്ലാൻ ഉത്തരവിട്ടിരുന്നു എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ശല്യമായ മൃഗങ്ങളിൽപ്പെട്ടതായിട്ടാണ് റസൂല് പല്ലിയെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേര് അല്ലെങ്കിൽ പലരും ഇത് കൊല്ലണം എന്ന് പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം കേട്ടിട്ടില്ല എന്ന് പറയുന്നു, കൊല്ലരുന്ന് പറയുന്നില്ല. അന്ന ഉമ്മ ശരീക്കിൻ അഖ്ബറത്തുഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹ ബിഖത്ലിൽ ഔസാഇ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, പുറത്ത് 2 വെള്ള വരെയുള്ള പാമ്പുകളെ കണ്ടാൽ അവയെ കൊല്ലുക, കാരണം അവ നിങ്ങളുടെ കണ്ണു പൊട്ടിച്ചു കളയും, അതല്ലെങ്കിൽ അതിലേക്ക് നോക്കുന്നവരുടെ കാഴ്ചശക്തി കളയും, പിന്നെ ഗർഭഛിദ്രം ഉണ്ടാക്കും, അതായത് ഗർഭം അലസിപ്പോവും. അപ്പോൾ അത് ജിന്നുകളാവാനാണ് സാധ്യത, നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുലു ദാ തുഫിയതൈൻ ഫഇന്നഹു യത്മിസുൽ ബസറ വയുസീബുൽ ഹബല. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടതായിട്ട്, ചെറിയ വാലുള്ള അല്ലെങ്കിൽ വാല് മുറിഞ്ഞു പോയതുപോലെയോ ചതഞ്ഞു പോയതുപോലെയോ ഒക്കെയുള്ള അൽ അബ്താർ എന്ന് പറയുന്ന പാമ്പിനെ കണ്ടാൽ കൊല്ലേണ്ടതാകുന്നു, കാരണം അത് അതിനെ നോക്കുന്നവരെ കണ്ണിൻ്റെ കാഴ്ച കളയുകയോ അതല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കുകയോ ചെയ്യും. നേരത്തെ കണ്ട ഹദീസ് തന്നെ. ആയിഷത്ത കാലത്ത് അമറ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ലിൽ അബ്തരി വഖാല ഇന്നഹു യുസീബുൽ ബസറ വയുദ്ഹിബുൽ ഹബല. അബൂ മുലൈക വിശദീകരിക്കുന്നു, ഇബ്നു ഉമർ പാമ്പുകളെ കൊല്ലാറുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അദ്ദേഹം പാമ്പുകളെ കൊല്ലുന്നത് വിരോധിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭിത്തി പൊളിക്കുകയോ എന്തോ ചെയ്തു. അത് വലിച്ചു താഴേക്കിട്ടപ്പോൾ അവിടെ ഒരു പാമ്പിൻ്റെ തൊലി ഉണ്ടായിരുന്നു, അതിൽ ഈ പാമ്പിൻ്റെ പടം പൊഴിച്ചിട്ടിട്ട് പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാമ്പിനെ നോക്കൂ, ഇവിടെ എവിടെയോ പാമ്പുണ്ട്. അങ്ങനെ അവർ അതിനെ കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ കൊല്ലുക, അതുകൊണ്ടാണ് ഞാൻ പാമ്പുകളെ കൊന്നിരുന്നത്. അബീ മുലൈകത അന്ന ഇബ്നു ഉമറ കാന യഖ്തുലുൽ ഹയ്യാതി ثم نهى قال ان النبي صلى الله عليه وسلم هدم حائطا له فوجد فيه سلخ حية فقال انظروا أين هو فنظروا فقال اقتلوه فكنت أقتلها لذلك. പിന്നീട് ഞാൻ അബൂ ലുബാബയെ കണ്ടു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായാണ് ഈ ഉദ്ദേശിക്കുന്നത്, അബൂ ലുബാബ എന്നുകൊണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട്, പാമ്പുകളെ കൊല്ലരുത്, ആ ചെറിയ വാലുള്ള അല്ലെങ്കിൽ ചതഞ്ഞു മുറിഞ്ഞു പോയതുപോലെ ഉള്ള വാലുള്ളവയോ അതല്ലെങ്കിൽ പുറത്ത് 2 വെളുത്ത വരയുള്ളവയോ അല്ലാത്ത പാമ്പുകളെ കൊല്ലരുത്. അതിനെ കൊല്ലണം, കാരണം അത് ഗർഭം അലസിപ്പിക്കുകയോ കണ്ണിന്റെ കാഴ്ച നശിപ്പിക്കുകയോ ചെയ്യും, അതുകൊണ്ട് അതിനെ കൊല്ലുക.
فلقيت أبا لبابة فأخبرني أن النبي صلى الله عليه وسلم قال لا تقتلوا الجنان إلا كل أبتر ذي طفيتين فإنه يسقط الولد ويذهب البصر فاقتلوه. നാഫിയ വിശദീകരിക്കുന്നു, ഇബ്നു ഉമർ പാമ്പുകളെ കൊല്ലാറുണ്ടായിരുന്നു. നാഫിൻ അൻ ഇബ്നു ഉമറ അന്നഹു കാന യഖ്തുലുൽ ഹയ്യാത്ത്. പക്ഷേ പിന്നീട് അബൂ ലുബാബ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായെ അറിയിച്ചപ്പോൾ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ താമസിക്കുന്ന പാമ്പുകളെ കൊല്ലുന്നത് വിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പാമ്പുകളെ കൊല്ലാറില്ലായിരുന്നു. ഫഹദ്ദസഹു അബൂ ലുബാബത അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഖത്ലി ജിന്നാനിൽ ബുയൂത്ത് ഫഅംസക അൻഹ. പാമ്പിൻ്റെ പേരും ജിന്നാൻ എന്നാണ്. ജിന്നിൻ്റെ പേര് പോലെ തന്നെയാണ് പാമ്പിൻ്റെ മറ്റൊരു പേരും. അള്ളാഹു അലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.